ഊണുമില്ല ഉറക്കമില്ല, ഊണില്ല ഭക്ഷണമില്ല വെള്ളമില്ല, എത്ര കാലം. സുബ്ഹാനല്ലാഹ്, ഊണില്ലാതെ ഒരു കൊല്ലം, ഭക്ഷണം കഴിക്കാതെ ഒരു കൊല്ലം. ആര്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. أنت الحسيني والحسني كنت ما أبا وأما شريفين قد اجتمعا وكنت شمسا وبدرا نورا التمعا أنت الحق لي طلع يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. ഹസനിയും ഹുസൈനിയും ഹസനിയും ഒത്ത മോനാണത്. ആര്? അതെന്ത് മോനാണ്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. നിങ്ങൾക്കറിയോ, ഏത് ഭൗതികവാദികൾ അവരുടെയൊക്കെ താരീഖിന്റെ മേലെ വലിയ വലിയ കരിമ്പടം വലിച്ചിട്ടാലും ഇൻഷാ അല്ലാഹ് കാലം ആ കരിമ്പടം എടുത്തു മാറ്റുക തന്നെ ചെയ്യും. ആ കരിമ്പടം എടുത്തു മാറ്റാൻ ആൺകുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും. ആ ആൺകുട്ടികളുടെ ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇവർക്ക് അസ്ലെന്താ? സുഹൃദ് എന്ത് ഒഴിവാക്കാനുള്ള ഒരു സന്നദ്ധത. ഇത് എവിടുന്ന് കിട്ടിയത്? മുഹമ്മദ് മുസ്തഫ. പിന്നെ അവരിൽ നിന്ന് ഫാത്തിമ ബീവി, അലി ഇബ്നു അബി ത്വാലിബ്. സാഹിത്യങ്ങളാണ്, ഭയങ്കര സാഹിത്യങ്ങളാണ്. എന്താ അവർ ഈ ലോകത്ത് പഠിപ്പിച്ചതെന്താ? ദുനിയാവിനോടുള്ള കൊതിയില്ലായ്മ, ദുനിയാവിനെ ഒഴിവാക്കുക, ഒന്നുമില്ല. അതെല്ലാം അവരങ്ങനെയാണ്. അപ്പൊ ഈ കാലം വരെ ലോകത്ത് വന്ന അഹ്ലു ബൈത്തിന്റെ റുഅസാ അകാബിർ അവരെ നമ്മളിവിടെ കാണിക്കും. ഇൻഷാ അല്ലാഹ് കൊല്ലങ്ങൾ കൊണ്ട് കാണിക്കും. ഒരു ദിവസം 2 ദിവസം കൊണ്ട് കഴിയില്ല. അള്ളാഹു നമുക്ക് ആരോഗ്യ ആയുസ്സും തന്നാൽ കൊല്ലങ്ങൾ കൊണ്ട് അവരെ താരീഖ് നമ്മൾ വിളിച്ചിട്ട് കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ താരീഖിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം സുഹൃദാണ്. എന്നാൽ ഭൗതിക പരിത്യാഗം, ദുനിയാവിനെ ത്യജിക്കാനുള്ള സന്നദ്ധത, അത് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആണെങ്കിലും റളിയല്ലാഹു അൻഹു, സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ആണെങ്കിലും, ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു തങ്ങളാണെങ്കിലും, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദസൂഖി തങ്ങൾ ആണെങ്കിലും, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ആണെങ്കിലും, അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി ശൈഖി വസനദി വമുറബ്ബി വമുർഷിദി വമൽജഇ വവസ്ലതി ഇലാ മുഹമ്മദിൻ വഇലാ റബ്ബി الشيخ المكتوم والقطب المكتوم والخاتم المحمد المعلوم سيدي أبو العباس أحمد بن محمد التجاني رضي الله عنه. അവരൊക്കെ സാഹിത്യങ്ങളാണ്, അവരെല്ലാം സാഹിത്യങ്ങളാണ്. ഈ സുഹൃദ് അവർക്ക് എവിടുന്ന് കിട്ടി? ഈ സുഹൃദ് കിട്ടിയത് ഒന്നാമതായി ആരിൽ നിന്ന്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ കണ്ണാടികളാണ് ഇവര്. അതുകൊണ്ട് ഇവരിലൂടെയാണ് നബിയെ മനസ്സിലാക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ കണ്ണാടികളാണ് ഇവര്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്തവരാണ് ഇവര്. ഹബീബായ നബിയായ അമ്പിയാക്കൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. അയ്യുന്നാസി അശദ്ദു ബലാഅ. ലോകത്തെ ഏറ്റവും ത്യാഗികൾ ആരാണ് എന്ന് ഒരിക്കൽ ബഹുമാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ പരിത്യാഗികൾ, ദുനിയാവിലെ ഏറ്റവും വലിയ പരീക്ഷണ വിധേയരായ ആളുകളും ത്യാഗികളും ആരാണ് എന്ന് ഒരിക്കൽ ബഹുമാനപ്പെട്ട മുത്തുനബിയോട് ചോദിക്കപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കാല മുത്തുനബി പറഞ്ഞു, അൽ അംബിയാ. ലോകത്തെ ഏറ്റവും പരീക്ഷിക്കപ്പെട്ട കഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? നബിമാരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അവരിൽ നിന്ന് മാതൃക സ്വീകരിച്ചവരും അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാവും, അത് സംശയിക്കണ്ട. ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കയറി ചെന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഹഫ്സാ ബീവിയുടെ വീട്, അവിടെ ചെല്ലാലോ. എന്തുകൊണ്ട്? ഹഫ്സാ ബീവി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മോളാണ് റളിയല്ലാഹു അൻഹു.
റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് കയറി. അവിടെ റസൂലുള്ളാഹിന്റെ ഭർത്താവ് മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ അവിടെ ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയറിച്ചെന്ന് അകത്തേക്ക് കയറി. എന്തുകൊണ്ട് അടുക്കളയ്ക്ക് കയറാലോ? ആരാണ് അടുക്കളയിലുള്ളത്? ഹഫ്സ ബീവി. ആരുടെ മോള്? ഉമർ റളിയല്ലാഹുവിന്റെ മോള്. ഇവിടെ വല്ലതും ഉണ്ടോ? അമ്മോശാക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. എന്താ ഇവിടുത്തെ അവസ്ഥ? അങ്ങനെ കയറി ചെന്ന് അപ്പോൾ നോക്കുമ്പോൾ ഭക്ഷണം അന്നോ തലേന്നിന്റെ തലേന്നോ അതിന്റെ തലേന്നോ ആഴ്ചയോ ഒന്നും ഭക്ഷണം ഉണ്ടാക്കിയ ഒരു അടയാളം പോലെ അവിടെ. പിന്നെ തപ്പി നോക്കിയിട്ട് ഒരണങ്ങിയ പത്തിരിയുടെ കഷ്ടം ഉണങ്ങിയ ഒരു പത്തിരിയുടെ എന്നോ ഉണ്ടാക്കിയ ഒരു ഉണങ്ങിയ പത്തിരിയുടെ ചെറിയ ഒരു പൊട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന് കിട്ടി. ബഹുമാനപ്പെട്ടവര് പിന്നെ അപ്പൊ ഇങ്ങനെ മനസ്സ് പൊട്ടിപ്പോയി. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ദിവസങ്ങളായി. അവിടെ ഇറങ്ങി. അപ്പൊ റസൂലുള്ളാഹി മുന്നിൽ സല്ലല്ലാഹു അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി മുന്നിലുണ്ട്. റസൂലുള്ളാഹിന്റെ മാർബടത്തിലേക്ക് കരഞ്ഞു. അപ്പോ എന്തേന്ന് വെച്ച് അപ്പോൾ പറഞ്ഞു, ഞാന് പേർഷ്യയിലെ കിസ്റ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട് പഴയ കാലത്ത്. അവിടുത്തെ പ്രഭുക്കളുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട് പഴയ കാലത്ത്. അവിടെ നിന്ന് ഉപേക്ഷിക്കുകയും അവർ കഴിക്കുകയും പിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഭക്ഷണത്തിന്റെ കൂമ്പാരങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ ഒഴിവാക്കുന്ന ഭക്ഷണത്തിന്റെ കൂമ്പാരം കണ്ടിട്ടുണ്ട്. അങ്ങയുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ഞാൻ ഓർത്തത് റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. തബീതു ജായിഅ വതുസ്ബിഹു ജായിഅ. നിങ്ങൾ രാത്രി പട്ടിണിയിൽ ഉറങ്ങുന്നു, പട്ടിണിയിൽ എണീക്കുന്നു. എന്റെ മോളെ കട്ടപ്പാടല്ല, നിങ്ങൾ റസൂലല്ലേ. എന്നിട്ട് നിങ്ങൾ പട്ടിണിയിൽ ഉറങ്ങുകയും പട്ടിണിയിൽ എണീക്കുകയും ചെയ്യുന്നു. അത് ഞാൻ ഈ ഒരു സെക്കൻഡിൽ ഓർത്തു പോയി നബിയെ, അതുകൊണ്ട് കരഞ്ഞു പോയതാണ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളിൽ ഇങ്ങനെ അടുക്കി പിടിച്ച് പറഞ്ഞ്, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും ലഭിക്കുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ? നിനക്ക് പൊരുത്തവും തൃപ്തിയും ഇല്ലേ? ഭക്ഷണം കഴിച്ച് കൂത്താടി പന്താടുന്നവർക്ക് ദുനിയാവും, കഷ്ടപ്പാടിൽ ജീവിക്കുന്ന നമുക്ക് ആഖിറവും. അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും ലഭിക്കുന്നതിൽ നിനക്ക് ഇഷ്ടമില്ല ഉമറേ? എന്തിന് കരയുന്നു? ഈ അടിത്തറയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. മാ ഉഖ്ബിസ നാറുൻ ഫീ ബൈത്തി റസൂലില്ലാഹി 30 ഔ ശഹ്റൈനി 30 യൗമൻ ഔ 32 യൗമൻ യാനി ശഹ്റൈനി. റസൂലുള്ളാഹിയുടെ വീട്ടിന് മാ ഉഖ്ബിസ നാറുൻ ഫീ ബൈത്തി റസൂലില്ലാഹി, റസൂലുള്ളാഹിയുടെ വീട്ടിന്റെ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടാവൂല. 30 യൗമ, എത്ര? 30 ദിവസം അടുപ്പിൽ തീയെന്ന് കത്തിച്ചിട്ടുണ്ടാവില്ല റസൂലുള്ളാഹിന്റെ വീട്ടില്. 30 ദിവസം. യാ പഠിച്ചവനെ, എന്തേ കേൾക്കുന്നത്? നിങ്ങൾ ചിന്തിക്ക്, നമ്മൾ എത്ര വലിയ രാജാക്കന്മാരാണ്. നിങ്ങൾ ചിന്തിച്ചോക്ക്. മുത്ത് റസൂലുള്ളാഹിന്റെ വീട്ടില് അടുപ്പില് തീ കത്തിച്ചിട്ടുണ്ടാവൂല. 30 യൗമൻ, 30 ദിവസം, അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 30 ദിവസം, അതായത് 60 ദിവസം. ഒരു ചന്ദ്രക്കല കാണും, പിന്നൊരു മാസത്തിൽ പ്രവേശിക്കും, പിന്നൊരു ചന്ദ്രക്കല കാണും, അടുത്ത മാസത്തിൽ പ്രവേശിക്കും, പിന്നൊരു ചന്ദ്രക്കല കാണും. നറൽ ഹിലാല തുമ്മൽ ഹിലാല തുമ്മൽ ഹിലാല ഫീ ശഹ്റൈനി മുതതാബിഈനി വമാ ഫീ ബൈത്തി റസൂലില്ലാഹി ഉഖ്ബിസ നാർ. ഒരു ചന്ദ്രക്കല കാണും, എന്നിട്ട് ഒരു മാസത്തിൽ പ്രവേശിക്കും,
പിന്നെ വേറെ ചന്ദ്രക്കാലാണോ അപ്പോഴത്തിന് ആ മാസം കഴിയും, അടുത്ത മാസത്തിൽ പ്രവേശിച്ചു. പിന്നെ വേറെ ചന്ദ്രക്കാലാണോ അപ്പോഴത്തിന് ആ മാസം കഴിഞ്ഞു. അപ്പൊ എത്ര മാസം കഴിഞ്ഞ്? 2 മാസം കഴിഞ്ഞ്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. മുത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടാവില്ല. 2 മാസമൊന്നും മുത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു സുഹൃത്ത് അത് അങ്ങനത്തെ ഞാൻ പറിച്ചനത്തരാണ്. ആരിലേക്ക്? ഫാത്തിമ ബീവിയിലേക്ക്. സാഹിദത്താണ്. അങ്ങനെ തന്നെ, അത് അങ്ങനെ തന്നെ ബാപ്പ പഠിപ്പിക്കുന്നുണ്ട്. സൗകര്യം വന്നപ്പോ സൗകര്യത്തിന് ഒഴിവാക്കാൻ പഠിപ്പിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അപ്പൊ ആ പ്രവാചകത്വത്തിന്റെ മൂശയിലിട്ടിട്ട്, ആ ബൈത്തുൻ നുബുവയിലെ മൂശയിലിട്ടിട്ട് അള്ളാഹു അവരൊരു പ്രത്യേക സംവിധാനിക്കാം. ചിന്തിക്ക്. പരിത്യാഗത്തിനുള്ള അവരെ പഠിപ്പിക്കുന്നു. അവർ പരിത്യാഗം ചെയ്ത് പഠിക്കുന്നു. എവിടെയല്ല. അതുകൊണ്ട് ലോകത്ത് അതിൽ നിന്ന് പഠിച്ചു വന്നവരാണ് അഹ്ലുൽ ബൈത്തിന്റെ മേധാക്കന്മാരെല്ലാം. കഴിഞ്ഞ ചരിത്രം അത്ഭുതപ്പെടുത്തും നമ്മളെ. അതൊക്കെ നമ്മൾ ഇവിടെ വായിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദുനിയാവ് ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത ആളുകൾ ഈ കഴിഞ്ഞ ചരിത്രത്തിൽ അഹ്ലുൽ ബൈത്തോളം ആരും വന്നിട്ടില്ല. ദുനിയാവ് ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത ആളുകൾ അഹ്ലുൽ ബൈത്തോളം ആരുമില്ല. സക്കാത്ത് പോലും അവർക്കൊണ്ട് കൊടുക്കൂല. അതും ഇല്ല. മനസ്സിലായില്ല? അവർക്ക് എന്തില്ലല്ലോ. പറയാ എന്തില്ല? സക്കാത്തും കൊടുക്കൂല. എന്നിട്ട് അവരൊട്ടുങ്ങും. സക്കാത്ത് അവർക്കില്ല. ചിന്തിക്ക്. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എന്നാലും അവർക്കൊരു വിഷമമുണ്ട്. എന്നൊരു ഇജ്ജത്ത് കളഞ്ഞിട്ടുമില്ല. ഭയങ്കര നമ്മുടെ ജീവിതം. ഏതൊരു കയ്യിൽ വന്ന സൗഭാഗ്യം, ദുനിയാവിന്റെ സൗഭാഗ്യം തട്ടിക്കളയാൻ ഒരു മടി അവർക്കില്ല. വിശന്ന കഷ്ടപ്പെട്ടപ്പോൾ പുഴയിലൂടെ ഒഴുകി വന്ന ഒരു തുഫാഹ്, ഒരു ആപ്പിള് പുഴയിൽ നീന്തിയിട്ട് എടുത്തിട്ട് വിശപ്പ് കൊടലിനെ തിന്നുന്ന വിശപ്പുണ്ടായപ്പോ കഴിച്ചുപോയി ഒരാള്. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു മഹാന്. ഭക്ഷണം തുഫാഹ് ആപ്പിള് കഴിച്ചതിൽ തന്നെ അദ്ദേഹത്തിന് ബോധം വന്നു. പടച്ചോനെ, ഇതിന്റെ ഉടമക്കാരന്റെ സമ്മതം ഇല്ലല്ലോ. പിന്നെ എന്താ ചെയ്യാ? ജീവിതകാലത്ത് ഒരു പൊരുത്തല്ലാത്ത മുതൽ തിന്നിട്ടും ഇല്ലല്ലോ പടച്ചോനെ. അത് വല്ലിപ്പന്റെ ദീനിനെതിരാണല്ലോ റബ്ബേ. എന്താ ചെയ്യാ? അപ്പോൾ പിന്നെ തിരിച്ചു നടന്ന് എന്ത് നോക്കി പുഴ എങ്ങനെ ഈ ആപ്പിൾ വരാൻ സാധ്യത എന്ന് അന്വേഷിച്ചു നടന്നു. അങ്ങനെ നടന്ന് അവസാനം പുഴയിലേക്ക് ആപ്പിളിന്റെ കൊമ്പ് തൂങ്ങി നിൽക്കുന്ന ഒരു തോട്ടത്തിന്റെ അടുത്തെത്തി. അവിടെ അതിലാകട്ടെ സമാനമായ ആപ്പിളുകൾ പഴുത്തിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ല. സമാനമായ ആപ്പിളുകൾ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായി എന്ത്, ഈ തോട്ടത്തിൽ നിന്നാണ് അത് വീണത് എന്ന്. അപ്പൊ ഉള്ളിൽ കയറി. തോട്ടക്കാരനെ സാഹിബുൽ ഹദീഖത്തിനെ കണ്ടു. തോട്ടക്കാരനെ കണ്ടു. എന്തേ പോണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നെ ഞാന് പുഴയിലൂടെ ഒഴുകി വന്ന ഒരു തുഫാഹ്, ഒരു ആപ്പിള് കണ്ടപ്പോൾ എനിക്ക് വിശന്നിട്ട് താകെ ഭോഗം പോകാനായിരുന്നു. അങ്ങനെ ഞാൻ അത് നീന്തിപ്പോയി എടുത്തിട്ട് കഴിച്ചു. അപ്പോഴാണ് ഉടമക്കാരന്റെ സമ്മതം അല്ലല്ലോ എന്ന് അന്വേഷിച്ചത്. അപ്പൊ പിന്നെ അന്വേഷിച്ചിറങ്ങി. അത് മനസ്സിലാക്കി അന്വേഷിച്ചിറങ്ങി. അങ്ങനെ അവിടെ എത്തി. നിങ്ങളെ തോട്ടത്തിൽ നിന്നാവാനാണ് അതിന് കൂടുതൽ സാധ്യത. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ പുറത്തു തരണം, മാപ്പാക്കി തരണം എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ സമ്മതല്ലാതെ കഴിച്ച ആപ്പിൾ ഞാൻ മാപ്പാക്കൂല. അപ്പൊ എത്തപ്പെടില്ല. സമ്മതത്തിൽ കഴിച്ച പ്രശ്നമില്ല. എന്റെ സമ്മതല്ലാതെ കഴിച്ച ആപ്പിളിന് ഞാൻ മാപ്പാക്കൂല. ആര്? തോട്ടക്കാരൻ. അങ്ങനെ പറയുന്നത് മാപ്പാക്കൂല. അത് അങ്ങോട്ടും കൊണ്ട് പറഞ്ഞ് അവസാനം മാപ്പാക്കൂല എന്ന് പറഞ്ഞു. മാപ്പാക്കൂല എങ്ങനെ പറഞ്ഞു. അവസാനം തോട്ടക്കാരൻ ഒരു നിബന്ധന വെച്ചു, മാപ്പാക്കണമെങ്കിൽ എന്റെ മകളെ കല്യാണം കഴിക്കണം.
എന്റെ മോളെ കല്യാണം കഴിക്കാനായി ഈ ആപ്പിളെ പൊരുത്തപ്പെടുക. പക്ഷേ എന്റെ മോൾക്ക് ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്റെ മോൾക്ക് കണ്ണുമില്ല, ചെവിയില്ല, മൂക്കുമില്ല, കയ്യുമില്ല, കാലുമില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് കെട്ടണം എന്ന് പറഞ്ഞു. പലവട്ടം പറഞ്ഞു നോക്കി, മാപ്പാക്കണം, ഞാൻ ഇതില്ലെങ്കിൽ കെട്ടില്ലാറോ, എന്നാ സംഭവിച്ചോ, ഞാൻ കെട്ടിക്കോളാറോ. മനസ്സിലായില്ല, കയ്യുമില്ല, പറേ കണ്ണുമില്ല, മൂക്കുമില്ല, ചെവിയില്ല, കയ്യുമില്ല, കാലുമില്ല. അതൊക്കെ സമ്മതിച്ചാലേ ഞാൻ ഇത് പൊരുത്തപ്പെടുള്ളൂ. എന്നാ ആയിക്കോട്ടെ, അങ്ങനെ പൊരുത്തപ്പെടാനാണ് ആവശ്യം. ജീവിതത്തിൽ കാലം വരെ എങ്ങനെ സാധനം കഴിച്ചിട്ടില്ല, അപ്പൊ പൊരുത്തപ്പെടണം. അങ്ങനെ അദ്ദേഹം ആളുകളെ കൂട്ടി എന്ത് ചെയ്ത്, ഷാഹിദുകളൊക്കെ കൂട്ടി നിക്കാഹ് കൊടുത്ത് അവിടുന്ന് തന്നെ. ആ രാത്രി വീട്ടിൽ കൊണ്ടുപോയി മോളൊക്കെ പുതിയാപ്പിളയായല്ലോ. മനസ്സിലായില്ല, ഈ ഷെയ്ഖിന്റെ പുതിയാപ്പിളയായി, ഈ സാധുവിന്റെ പുതിയാപ്പിളയായി, ആര്യ തോട്ടക്കാരന്റെ മകള്, തോട്ടക്കാരന്റെ മകള്. അങ്ങനെ നിക്കാഹൊക്കെ ചെയ്തു. കാരണം പൊരുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. നിക്കാഹൊക്കെ ചെയ്തിട്ട് മണിയറയിൽ പ്രവേശിച്ചു. ആ രാത്രി ആ പെണ്ണിന്റെ വീട്ടിൽ അവർ മണിയറ ഒരുക്കി അതിൽ പ്രവേശിച്ചു. മണിയറയിൽ പ്രവേശിച്ച് പിന്നെ കാത്തിരിക്കുമ്പോ ഒരു സംഘം പെണ്ണുങ്ങൾ വന്നിട്ട് ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ, സർവ്വ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ മുറിയിലേക്ക് തള്ളിയിട്ട് വാതിലടച്ച്. അപ്പോൾ ഷെയ്ഖ് അവിടുന്ന് ഇറങ്ങി മണ്ടി. ഷെയ്ഖ് ഇറങ്ങി പറഞ്ഞു. കാരണം ഷർത്ത് തെറ്റിച്ചു. കാരണം മനസ്സിലായില്ല, ഇത് നമ്മളെ പെണ്ണല്ല, ഇത് നമ്മൾ പരീക്ഷിക്കണം. നമ്മളെ പെണ്ണിന് എല്ലാരും കൂടി കൊണ്ടുവന്നിട്ട് കട്ടിലിരുത്തി തരേണ്ടി വരും. കാരണം കയ്യുമില്ല, പറയാ കാലുമില്ല, കണ്ണുമില്ല, ചെവിയില്ല, മൂക്കുമില്ല. അങ്ങനെ എന്ത് ചെയ്ത് പുറത്തിറങ്ങി ഓടി, മണിയറയിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് അമ്മോശാക്കൻ എടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കിടമുറിയിൽ ഭാര്യയെ കാത്തിരിക്കുന്ന നേരത്ത് ഒരു സംഘം പെണ്ണുങ്ങൾ എന്നെ ചതിച്ചു. അവര് സുന്ദരിയായ പെണ്ണിനെ റൂമിലേക്ക് തള്ളിപ്പോയി, ഞാൻ അവിടുത്തെ ഇറങ്ങിപ്പോന്നതാണ് എന്നാണ്. അപ്പോൾ പറഞ്ഞു, ഫത്തിൽ കബിനത്തി നിന്റെ മുളഞ്ഞാണ്, നിനക്ക് ഞാൻ കെട്ടിച്ചെന്ന പോലെ തന്നെയാണ്. അപ്പൊ ഷർത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്നെ പോലത്തെ പുതിയാപ്പണ്ണ കാത്തിരിക്കാൻ വേണ്ടി കാലം വരെയായി. നിന്റെ പെണ്ണിന് കണ്ണില്ല എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. നിന്റെ പെണ്ണിന് ചെവില്ല എന്ന് പറഞ്ഞാൽ ഹറാം ഇതുവരെ അവള് കേട്ടിട്ടില്ല. എന്റെ പെണ്ണിന് മൂക്കില്ല എന്ന് പറഞ്ഞാൽ ഹറാം ഇതുവരെ വാസനിച്ചിട്ടില്ല. എന്റെ പെണ്ണിന് കൈയില്ല, എന്റെ മോൾക്ക് കൈയില്ല എന്ന് പറഞ്ഞാൽ ഹറാം ഇതുവരെ പിടിച്ചിട്ടില്ല. എന്റെ മോൾക്ക് കാലില്ല എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് ഇതുവരെ നടക്കുന്ന ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് അനുയോജ്യനായ ഒരു വരനെ കിട്ടണമെന്ന് ഞാൻ വിചാരിച്ച് നടക്കാൻ തുടങ്ങിയ കാലം കുറയായി. പുഴയിലൂടെ ഒഴുകി വന്ന മധുക്കായ ആർക്കും കഴിക്കാവുന്ന ഒരു ആപ്പിളിന് വേണ്ടി ഇത്രയേറെ യാത്ര ചെയ്ത് മാപ്പ് ചോദിച്ച് എന്തിനും തയ്യാറായ നീയാണ് എന്റെ മകൾക്ക് അനുയോജ്യനായ പുതിയാപ്പിളാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ എന്നെ കാത്തിരുന്ന പുതിയാപ്പിള കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കെട്ടിച്ചെന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സമ്മതായി. മണിയറയിൽ കൂടി ആ പുതിയാപ്പിളക്കും പൊടിയണ്ണിനും അല്ലാഹു തആല ഒരു ആൺകുട്ടിയെ കൊടുത്തു. ആ ആൺകുട്ടിക്ക് അബ്ദുൽ ഖാദർ എന്ന് പേരിട്ടു. അതാണ് ജീലാനി. യാ സുബ്ഹാനല്ലാഹ്, അതാണ് ജീലാനി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? ഏതാ ഇത് സാധനം? പിന്നെ ആ കുട്ടി പറയില്ലേ, എന്ത് പറയില്ലേ? ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തിരെ ഉള്ളോർ. അങ്ങനെ പറയാലോ. അത് മുത്ത് ഗുണല്ലേ? അതാര കുട്ടിയാ? ഫാത്തിമ ബീവി. എന്തേ അവർക്ക് ഇതൊക്കെ കിട്ടാനുള്ള കാരണം എന്തുകൊണ്ട് അവരെ ത്യാഗം? എന്തിനവർ തയ്യാറാണ്? ദുനിയാവിനെ ഏത് നിലക്ക് തെർക്കിയാൻ അവർ തയ്യാറാണ്. അതെവിടെയും കാണാം. അഹ്ലു ബൈത്തിന്റെ അക്കാബിർ എവിടെ പരിശോധിച്ചാലും അവരിൽ എന്ത് കാണാം? അവർ ഏതൊരു ഭൗതിക സൗകര്യവും ത്യജിക്കാൻ തയ്യാറായതായി ചരിത്രത്തിൽ കാണുന്നുണ്ട്. പിന്നെ അവർക്ക് രണ്ടാമത്തെ കാര്യം ഷജാഅത്താണ് പിന്നിലേക്ക് വരുന്നത്. അവര് രണ്ട് കാര്യമുള്ളത്. ഒരു ഇറങ്ങേണ്ട അടുത്ത് അവർ ഇറങ്ങിയിരിക്കും. ഷജാഅത്ത്, സുഹുദും ഷജാഅത്തും. പിന്നെ സുഹുദ് ഷജാഅത്തിന്റെ പ്രശ്നം എന്താ? അത് ഏട്ടനും അഞ്ചനുമാണ്. സുഹുദ് ഉണ്ടെങ്കിലേ ഷജാഅത്ത് ഉണ്ടാവുള്ളൂ. സുഹുദ് ഇല്ലെങ്കിൽ ഷജാഅത്ത് ഉണ്ടാവില്ല. അതായത്
ദുനിയാവിൽ താല്പര്യനായ ഒരാൾക്ക് ധീരനായി ഇറങ്ങാൻ കഴിയില്ല. ഓനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അപ്പോൾ എന്തിനും ഇറങ്ങാൻ തയ്യാറാവും. ഏത് നന്മക്ക് വേണ്ടിയും അത് മുന്നിട്ട് ഇറങ്ങണമെങ്കിൽ അവർക്ക് ഇന്നാലിന്നത് കിട്ടണമെന്നൊരു വാശി ഉണ്ടാകാൻ പാടില്ല. എന്ത് ഒഴിവാക്കാൻ സന്നദ്ധത ഉണ്ടാവും. മനസ്സിലായില്ല? ശജാഅത്ത് ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? സുഹൃദ് ഉണ്ടാവണം. മനസ്സിലായില്ല? സുഹൃദിന്റെ ഉൽപ്പന്നമാണ് എന്ത്? ശജാഅത്ത്, ധീരത. ധീരത എന്ന് പറഞ്ഞ അത് പ്രകടിപ്പിക്കണ്ടേ? ഉദാഹരണം പറയാ, നിങ്ങളും ഇവനും തമ്മിൽ എതിരായി, ഇവനും നിങ്ങളും തമ്മിൽ എതിരായി. അതിൽ നിങ്ങൾ വലിയ മുതലാളിയാണ്, നിങ്ങളത് തെറ്റുമാണ്, ഞാൻ ജഡ്ജിയായി. ഇവന്റെ അടുത്ത് ശരിയാണ്, നിങ്ങളത് തെറ്റാണ്, പക്ഷെ നിങ്ങൾ ഭയങ്കര മുതലാളിയാണ്. ഇനി ഇവിടെ ഇവന് എനിക്ക് വിധി പറയണമെങ്കിൽ ഞാൻ ആരാകണം? സാഹിദാണ്. മനസ്സിലായില്ല? എന്തടാ ഈ കാണിച്ചത്? കൊടുക്കട ഓന്റെ ഹക്കിന് അയാളോട് പറയണമെങ്കിൽ ഞാൻ ജഡ്ജി ആരാകണം? സാഹിദാകണം. ജഡ്ജി സാഹിദായിട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? ഇവനോട് പറയും, അയാളല്ലേ, അയാളെ കൊണ്ട് ഇപ്പം പള്ളിക്കും മദ്രസക്കൊക്കെ ഭയങ്കര കാര്യമാണ്, ഞാൻ വിട്ടാളാ. ഇവനോട് പറയും, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൂടല്ല, ഞാൻ ജഡ്ജിയായിട്ട് ഞാൻ സാഹിദ് അല്ലെങ്കിൽ അയാളോട് പറയുന്നതിന് പകരം എന്താ നിങ്ങൾ അയാളെ ഹക്ക് കൊടുക്കാത്ത? ആ സാധുവിന്റെ എന്താ ഞങ്ങളെ വിചാരം? എത്ര മുതൽ പടച്ചം തന്നു കാക്ക, എന്താ അവന്റെ പിടിച്ചു വെക്കണത് എന്ന് അയാളോട് പറയുന്നതിന് പകരം അത് പറയണമെങ്കിൽ ഞാൻ ആരാകണം? സാഹിദാകണം. എനിക്ക് അയാളിൽ ഒരു ആവശ്യം ഉണ്ടാകാൻ പാടില്ല. സാഹിദ് അയാളെ ശുചായിയാവുള്ളൂ. ഞാൻ സാഹിദ് അല്ലെങ്കിൽ ഞാൻ പിന്നെ അയാളോട് സംസാരിക്കൂല. ഞാൻ അയാളെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ പറയാം, ഞാൻ ഓനോട് സംസാരിച്ചു നോക്കട്ടെ എന്നാണ്. അല്ലേ? ഒന്ന് പറയേ, എന്താ പറയാ? പിന്നെ സംഗതി അയാൾ വെറും പോക്കാന്ന് എന്നെ പോലെ എനിക്കും അറിയാം, ഉള്ളു കൊണ്ടേ പറയും. പക്ഷെ അയാളെ കൊണ്ട് നമ്മുടെ സമുദായത്തിന് എന്നാ പറയാ, നമ്മക്കാണ് കാര്യം. പക്ഷെ എന്തും അറിയില്ല, നമ്മക്കാണെന്ന് അറിയില്ല, സമുദായത്തിന് അറിയാം. പള്ളിക്കും മദ്രസക്കൊക്കെ മൂപ്പരെ കൊണ്ട് വലിയ കാര്യമാണ്. കഴിഞ്ഞ ആ പരിപാടി മൂപ്പര നടത്തി തന്നെ. പിന്നെ അങ്ങനെ എങ്ങനെ നമ്മൾ മൂപ്പരോട് പറയാ? അതുകൊണ്ട് ഇജ്ജണം വിട്ടള, എനിക്ക് വിടാൻ എളുപ്പമാണല്ലോ, ഇജ്ജണം വിട്ടള. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് നിങ്ങളെ കൂട്ടിയിട്ട് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽ-ഫാത്തിഹ കഴിഞ്ഞ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അത് നല്ല ആൾക്കാൻ തീർന്നു. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവനോട് ചോദിച്ചു, പിന്നെ എന്തേ ഉണ്ടായത്? ഒന്നും പറയണ്ട, പറഞ്ഞപ്പോ ഞാനത് പൊരുത്തപ്പെട്ടു. നേരെ മറിച്ച് സാഹിദാണെങ്കിൽ ശുജാഇയാവും. സാഹിദിനൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നഷ്ടപ്പെട്ടാൽ സ്വപ്നങ്ങളില്ല സാഹിദിന്. സാഹിദാകണമെങ്കിൽ ദുനിയാവിലെ സ്വപ്നങ്ങളെ ത്യജിക്കണം. അപ്പൊ അപ്പഴേ ഒരു അബദ് സാഹിദാവുള്ളൂ. ഈ സുഹൃദിന്റെ അസ്ല ഹബീബ നബിയാണ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. അത് ആ നിലക്ക് തന്നെ അവരെ പഠിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അത് വീട്ടിൽ നിന്ന് പഠിക്കണം. സുഹൃദ് വീട്ടിൽ നിന്ന് പഠിക്കണം. ബാപ്പാക്കും ഉമ്മാക്കും സുഹൃത്തുണ്ടായ മക്കൾക്ക് സുഹൃത്തുണ്ടാവുള്ളൂ. ബാപ്പയും ഉമ്മ സുഹൃത്തിലല്ലെങ്കിൽ മക്കൾ സുഹൃത്തിലാവൂല. സുഹൃത്തോ ഒരു വളർച്ചയിലെ ഏറ്റവും വലിയ വളർച്ച എന്താ? ഒഴിവാക്കേണ്ടത് ഒഴിവാകാൻ കുട്ടി പഠിക്കണം. അതിന് ആ രീതി ആരിലുണ്ടാകണം? ബാപ്പയിലുണ്ടാകണം. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ കുട്ടി പഠിക്കണം. ഹബീബ റസൂലുള്ളാഹിയുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ പേറുന്ന ആളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവിയെ കെട്ടിക്കുറിച്ച് കൊടുത്തതോ സിഫ്റുൽ യദൈനി, രണ്ട് കൈയും കാലിയാണ് അങ്ങനത്തെ ഒരാൾക്ക്. അപ്പൊ പിന്നെ സാഹിദിന്റെ വിഷയം പറയണ്ട. ഞാൻ ചില സംഭവങ്ങൾ കാണിക്കാം, അവരുടെ സുഹൃദിന്റെ ചില ഉപമകൾ ഞാൻ കാണിക്കാം. ഞാൻ ചില ഏരിയകൾ കാണിക്കാം, എല്ലാം കൂടെ കാണിക്കാൻ കഴിയില്ല, ചില ഏരിയകൾ കാണിക്കാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ നബി അവരെ പഠിപ്പിക്കുന്നത്. പുണ്യ റസൂൽ മുസ്തഫ ഒരു ദിവസം ഫാത്തിമ ബീവിയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുതിയണ്ണിനോട് പറഞ്ഞു, വല്ലാഹി ലഖദ് സനൗതു ഹസ്തക ഹത്ത ഇസ്തകൈതു സദ്രി വഖദ് ജാ അല്ലാഹു അബാകി ബിസബീൻ ഫദ്ഹബി ഫസ്തഖ്ദിമി. ഫാത്തിമ, ഞാന് ഒട്ടകം കിണറിൽ നിന്ന് വെള്ളം വലിക്കുന്നതിന് ഒട്ടകത്തെ കൂടാതെ ഒറ്റക്ക് വലിച്ച് ഒട്ടകവും ഇല്ല.
ജൂതന്മാരെ തോട്ടത്തിലേക്ക് വെള്ളം വലിച്ചു കൊടുത്താല്, വെള്ളം മുക്കി കൊടുത്താല് അതിൽ നിന്ന് ഗോതമ്പ് കിട്ടും. എന്നിട്ടാണ് വീട്ടിൽ പട്ടിണി മാറ്റുക. ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അതിന് ചിലപ്പോൾ ഒട്ടകം സഹായിക്കും. അതിന് അവസാനം എന്തും ഇല്ല, ഒട്ടകവും ഇല്ല പെണ്ണെ. അതുകൊണ്ട് നിനക്ക് അറിയാലോ. അതുകൊണ്ട് നെഞ്ചുവേദന തുടങ്ങിയിട്ടുണ്ട്. മറ്റേത് ഒട്ടകത്തിന്റെ കഴുത്തിന് കെട്ടിയിട്ട് ഒട്ടകത്തിന് അങ്ങനെ തെളിച്ചാ ഏത്തങ്ങനെ പൊങ്ങും. അതുകൊണ്ട് പറഞ്ഞാൽ മതി. മനസ്സിലായില്ല? ഒട്ടകത്തിന്റെ പിന്നെ ഇതിലേക്ക് തോളിലേക്ക് എന്ത് കെട്ടും? ഏത്തത്തിന്റെ കയറ് കെട്ടും. എന്നിട്ട് തെളിക്കും. ആരെ? ഒട്ടകത്തിനെ തെളിക്കുമ്പോ ഒട്ടകം അങ്ങനെ പോകും. അതിനനുസരിച്ച് എന്ത് പൊങ്ങും? ഏത്ത ബക്കറ്റ് ഏത്താണ് പൊങ്ങും. എന്നിട്ട് അവിടെ കിണറിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതന്നെ എടുക്കും. എന്നിട്ട് ഈത്തപ്പഴങ്ങളെ പാത്തികളുടെ ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ ഈത്തപ്പഴങ്ങൾ അങ്ങനെ നനക്കാം. അതാണ് പണി. ആർക്ക്? പെണ്ണെ, ഞാനൊരു ഒട്ടകല്ലാതെ ഒറ്റക്ക് ഞാനാപ്പ വെള്ളം വലിക്കുന്നത്. അത് കാരണം നെഞ്ചുവേദന ആയിട്ടുണ്ട്. അത്രയും വിഷമത്തിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ച് അടിമകളെ കിട്ടിയിട്ടുണ്ട്. അനന്തര സ്വത്തായ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ സമരാർജിത സ്വത്തായ കുറച്ച് അടിമകളെ റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് പോയി നോക്ക്, എന്നോട് വലിയ ഇഷ്ടമാണല്ലോ. ഒരു ഖാദിമിനെ തരാൻ പറയാം. പുതിയാപ്പിളക്ക് ഒട്ടകം പോലും ഇല്ല. വെള്ളം വലിച്ച് ഇപ്പൊ എന്തായി? നെഞ്ചുവേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറെ ഖാദിമ്യങ്ങൾ ഉണ്ടല്ലോ, ഇവിടെ കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ഖാദിമിനോട് തന്നു കഴിഞ്ഞാല് പിന്നെ അതിന് ഉപയോഗപ്പെടുത്താലോ. നെഞ്ചുവേദന ഇളകിയിട്ടാണ് ബാപ്പാനോടൊന്ന് പോയി പറയാറോ. ആര്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരോട്? ഫാത്തിമ ബീവിയോട്. അങ്ങനെ ഫാത്തിമ ബീവി വന്നു. ഫഖാലത്ത് ഫാത്തിമ ബീവി പിന്നെ വന്നു. ഫാത്തിമ ബീവി ഇപ്പൊ ഫഖാലത്ത്. അപ്പൊ ഫാത്തിമ ബീവി പറഞ്ഞു എന്ത്? ഞാന് ഈ റൊട്ടി ഉണ്ടാക്കിയിട്ട് ആ റൊട്ടി ചുട്ടതിന് ശേഷം അത് അങ്ങാടിയിലേക്ക് വിൽപ്പനക്ക് കൊടുത്തേക്കും. ആരുടെ കയ്യില്? അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില്. അതിന്റെ ലാഭം കൊണ്ടും അവര് ജീവിതോപാധി കഴിയും. അപ്പൊ അതിന് ധാന്യം കിട്ടിയാൽ ധാന്യത്തെ പൊടിക്കുകയും മാവ് വഴക്കുകയും ചെയ്യും. ആര്? ഫാത്തിമ ബീവി. അങ്ങനെ എന്റെ കൈയൊക്കെ നീര് കെട്ടി വീർത്തിട്ടുണ്ട്, കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു ഖാദിമിനെ കിട്ടുകയാണെങ്കിൽ നല്ല തന്നെയാണ് എന്ന് ആരും പറഞ്ഞു. രണ്ടാക്കും വയ്യ, ഒരാൾക്ക് നെഞ്ചിന് വയ്യ, ഒരാൾക്ക് കയ്യിനും വയ്യ. അപ്പൊ അവിടെ കുറച്ച് ആളുണ്ടാനും. അപ്പൊ ഒന്ന് പോയി നോക്കാം, ഒന്ന് പോയിട്ട് പറഞ്ഞു. നിനക്ക് വാപ്പാക്ക് തന്നെ വലിയ ഇഷ്ടമാണല്ലോ, പറഞ്ഞാൽ കിട്ടും, ഒന്ന് പോയി നോക്കിയാണ്. അങ്ങനെ ഫാത്തിമ ബീവി ഒറ്റക്ക് ആരടുത്തേക്ക് വന്നു? മുത്തു മുഹമ്മദ് മുസ്തഫ. എന്റെ മോളെ പോകുന്നത്? കാലത്ത്. അപ്പൊ ഫാത്തിമ ബീവി പറഞ്ഞു, ജീത്തുലി ഉസല്ലിമ അലൈക ഉപ്പ, ഞാൻ സലാം പറയാൻ വേണ്ടി വന്നതാണ്. ചോദിക്കാനൊരു മടി. മനസ്സിലായില്ല. അവിടെ ചെന്നിട്ട് എന്തേ മോളെ പോന്നോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാന് നിങ്ങളോട് പനോട് സലാം പറയാൻ വേണ്ടി വന്നതാണ് എന്നാണ്. സലാം പറഞ്ഞല്ലോ, റജാഅത്ത് തിരിച്ചുപോയി. മടി. എന്ത് ഇത് ചോദിക്കാനൊരു മടി ആർക്ക്? അങ്ങനെ തിരിച്ചു വന്നപ്പോ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ട്. ഇപ്പൊ എന്താ ഉണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ചോദിക്കാൻ മടിയായിട്ട് ഞാന് തിരിച്ചു പോന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല, ഞാൻ തിരിച്ചു പോന്നു എന്നാണ്. അങ്ങനെ രണ്ടാളും കൂടി, പിന്നെ രണ്ടാൾക്കുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം കൂടി ഒന്ന് നോക്കാറ്. ഒരാൾക്ക് ഒറ്റക്ക് പോകാൻ എന്ത് പേടിയും മടിയും. അങ്ങനെ രണ്ടാളും കൂടി വാപ്പാനടുത്ത് പോയി. ഒരാൾക്ക് വാപ്പയാണ്, ഒരാൾക്ക് അമ്മോശാക്കിയാണ്. പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രശ്നം പരിഹരിച്ചേണ്ടത് ആരെന്നെയാണ്? ആരാണ്? റസൂലുള്ളാഹിയാണ്. അങ്ങനെ രണ്ടാളും കൂടി ധൈര്യത്തിൽ രണ്ടാളും ഒരുമിച്ച് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു എന്ന് അപ്പോൾ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹി ലഖദ് സനൗതു ഹത്ത ഇസ്തഖൈതു സദ്രി യാ റസൂലല്ലാഹ്. ഒട്ടകമില്ലാതെ കിണറുകളിൽ നിന്ന് വെള്ളം വലിച്ച് ഈത്തപ്പനകൾ നനച്ച കാരണത്താല്, ജൂതന്മാരുടെ ഈത്തപ്പനകളും മറ്റും നനച്ചു കൊടുക്കുന്ന കാരണത്താല് നെഞ്ചുവേദന ഇളകിയിട്ടുണ്ട്.
ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ കല്ലിലിട്ടിട്ട് പൊടിക്കുകയും മാവ് കുഴക്കുകയും ചെയ്യുന്ന കാരണം കയ്യാകെ നീര് കെട്ടി വീർത്തിട്ടുമുണ്ട്. അങ്ങേക്ക് ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാനുള്ള ചില ഖാദിമീങ്ങളെയും മറ്റും കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ആരും പറഞ്ഞ് സയ്യിദന ഫാത്തിമ, സയ്യിദന അലിയും സയ്യിദന ഫാത്തിമ ബീവിയും രണ്ടാളും മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഫഖാല റസൂലുള്ള പറഞ്ഞു, വല്ലാഹി ലാ ഉതീകുമാ, ഞങ്ങൾക്ക് തരുന്നല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്നല്ല. നിങ്ങളെ നെഞ്ചുവേദന ഇളകിയാലും നിങ്ങളെ കൈയല്ല അതിന്റെ അപ്പുറം പൊട്ടിയാലും ഞാൻ നിങ്ങൾക്ക് കൈ എന്നാണ് പോയാലും ഞാൻ അതിനെ നിങ്ങൾക്ക് തരുകയില്ല. വല്ലാഹി ലാ ഉതീകുമാ, വല്ലാഹി ലാ ഉതീകുമാ, നിങ്ങൾക്ക് ഞാൻ തരുകയില്ല. എന്നിട്ട് ചിന്തിക്ക്, ഞാനെങ്ങനെ നിങ്ങൾക്ക് തരും? പള്ളിയുടെ ചെരുവിൽ 10-60 ചില്ലാന ആളുകൾ പഠിക്കുന്നുണ്ട്, അവർക്ക് പള്ളി പൈസ ഇരിക്കാണ്, അവർക്ക് ചെലവിന് കൊടുക്കാൻ ഒരു വഴി എന്റെ മുന്നിലില്ല. മനസ്സിലായില്ല? ദർസ് പഠിക്കുന്നുണ്ട് ആര്? പള്ളിയുടെ ചെരുവിൽ താമസിക്കുന്നുണ്ട്, അതാണ് അഹ്ലു സുഫ. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ പള്ളി ദർസ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അവരെന്താ പറയാ? അവരെന്താ പറയാ? അഹ്ലു സുഫ. ആ അഹ്ലു സുഫന്റെ ബാക്കിയാണ് എന്ത് എന്ത് ഇന്നത്തെ പള്ളി ദർസ്. സുഫത്തിന് ഞാൻ ഉപേക്ഷിക്കുക, നിങ്ങൾക്കാണ് തരുക, നിങ്ങളെ സൗകര്യത്തിന് വേണ്ടി അവരെ സൗകര്യപ്പെടുത്തി തരുക. സുഫത്തിനെ ഒഴിവാക്കുക. അവര് ബയറൊട്ടി ഇവിടെ കഴിഞ്ഞു കിടക്കുക. അവർക്ക് ചെലവിന് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ ഒരു വഴി എന്റെ കയ്യില്. ദർശനത്തിന് ആരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെ ചെരുവിൽ 60-70 ചിലപ്പോൾ അധികമൊക്കെ ആളുകൾ ഉണ്ടാവും, മിസ്കിന്മാര്. അവരെന്താ റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത്? പഠിക്കും, പള്ളിയുടെ ചെരുവിൽ പാർക്കും. അതിൽപ്പെട്ട ഒരാളാണ് സയ്യിദന അബൂ ഹുറൈറ, ഒരാളാണ് സയ്യിദന ബിലാല്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം അഹ്ലു സുഫയാണ്. മനസ്സിലായില്ലേ? അബൂ ഹുറൈറ ഇവരെപ്പോലത്തെ ബോധം കെട്ട് വീഴും, ഭക്ഷണം കഴിക്കാതെ ബോധം കെട്ട് വീഴുന്ന പതിവുണ്ടായിരുന്നു. ആര്? അഹ്ലു സുഫ. അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള ഒരു വഴിന്റെ കയ്യില് ഇല്ല. പിന്നെ ഞാനെങ്ങനെ നിങ്ങൾക്ക് ഇവരെ തരും? അപ്പൊ ഇപ്പൊ കിട്ടിയ ധനം എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് വലാകിന്നി അബിഉഹും, എന്റെ കയ്യിൽ വന്ന സമ്പത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് വിറ്റുകളയും. അതിന്റെ വില ഞാൻ അഹ്ലു സുഫത്തിന് ചെലവിന് കൊടുക്കാൻ എടുക്കും. അല്ലാതെ നിങ്ങൾക്ക് ഖാദിമിന് വേണ്ടി നിങ്ങൾക്ക് ഖാദിമിന് വേണ്ടി ഞാൻ തരൂല്ല. നിങ്ങളെ കയ്യെ പൊട്ടിയാലും നെഞ്ചുവേദന ഇളകിയാലും ഞാൻ തരൂല്ല. പള്ളിയുടെ ചെരുവിൽ എവിടുന്നൊക്കെയോ വന്ന മിസ്കിന്മാര് പട്ടിണി കിടക്കുന്നുണ്ട്, അവരെ പട്ടിണി കിടക്കാൻ വിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരൂല. ആര് പറഞ്ഞ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പോയിക്കോളെ എവിടുന്ന് പറഞ്ഞു, ഞാൻ തരൂലാന്ന്. ഫറജ. അങ്ങനെ രണ്ടാളും തിരിച്ചു വന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് ഭയങ്കര വിഷമായി. റസൂലുള്ളാഹി ഭയങ്കര കരുണയുള്ള ആളല്ലേ. അവര് തിരിച്ചു പോയതിനു ശേഷം മനസ്സ് പൊട്ടിപ്പോയി. ആർക്ക്? മുത്തുനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അവർക്ക് പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പോരേക്ക് റസൂലുള്ളാഹി ചെന്നു. പോരേ ചെന്നിട്ട് ഇവർ രണ്ടാളും ഒരു പുതപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആര്? ഭാര്യയും ഭർത്താവും. ഇതാ ഒത്തത്ത് റൂസഹുമ. ആ പുതപ്പും വലിപ്പമില്ല. റസൂലുള്ളാഹി കയറി ചെല്ലാം, അവരെ വീട്ടിലേക്ക് കയറി ചെല്ലും. റസൂലുള്ളാഹി കയറി ചെല്ലാം വീട്ടിലേക്ക്. റസൂലുള്ളാഹി കയറി ചെല്ലുമ്പോൾ അവർ രണ്ടാളും കൂടി ഒരു പുതപ്പിലാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, തല മറിച്ചാൽ കാലൊക്കെ പുറത്തായിരിക്കും, കാല് മറിച്ചാൽ മുകൾ മൊത്തം പുറത്തായിരിക്കും. മദീന എന്ന് പറഞ്ഞാൽ 2 കരിമ്പടം മേലിട്ടാൽ പോലും തണുപ്പുണ്ടാവുന്ന ഇത്തരം സമയത്തിൽ അവർ പുതപ്പ് ഉപയോഗിക്കും.
അങ്ങോട്ട് കയറി ചെന്നു പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടു മുത്ത് മുഹമ്മദ് മുസ്തഫ وقد دخل في قطيفتهما اذا غطت رؤوسهما تكشفت اقدامهما واذا غطيا اقدامهما تكشفت رؤوسهما. തലഭാഗം മറച്ചാൽ കാലൊക്കെ ഒളിവാകും, കാല് മറച്ചാൽ മുകൾ ഭാഗം ഒളിവാകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങളത് ചിന്തിക്കണ്ട എന്നറിയോ? ആ മനുഷ്യന്മാർ നേരം വെളുത്ത പണിയെടുക്കേണ്ടവരാ, പണിക്കോണ ആളാണ്. ആര്? സയ്യിദുനാ അലി. നേരം വെളുത്ത പണിയാണ്, കുട്ടികളും പണിയാണ്. ഫാത്തിമ ബീവിക്ക് എങ്ങനെ ഉറങ്ങും? എങ്ങനെ ഉറങ്ങണ്ടേ? അതിശക്തി തണുപ്പുള്ളൊരു സന്ദർഭത്തിന് പുതപ്പില്ലാത്തൊരാൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയാ? ചിന്തിച്ചു. റസൂലുള്ളാഹിനെ കാണുമ്പോഴത്തേക്കും രണ്ടാൾ പെട്ടെന്ന് അവിടെ എണീക്കാൻ നോക്കി. ഫഖാല റസൂലുള്ളാഹി അവിടെ തന്നെ ഇരുന്നോളി എന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫഖാല എന്നിട്ട് ഹബീബ റസൂൽ പറഞ്ഞു, അലാ ഉഖ്ബിറുകുമാ ഖൈറൻ മിൻ സഅൽതുമാനി, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ നല്ലൊരു സാധനം ഞങ്ങൾക്ക് പറഞ്ഞു ചോദിച്ചു. നിങ്ങളൊരു ഖാദിമിനുള്ള സൗകര്യം ചെയ്തു തരുമെന്നാണ് ചോദിച്ചത്. വെള്ളം വലിക്കുമ്പോൾ കൂടെ പോരാൻ പറ്റിയ ഒരു ഖാദിമ്, വീട്ടില് ധാന്യം പൊടിച്ചിട്ട് മാവ് കുഴക്കുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഖാദിമ്, ഇതല്ല നിങ്ങൾ ചോദിച്ചത്. എങ്കിൽ ഞാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ചോദിച്ചു. ഖാല ബല, ഉപ്പ എന്നാ പറഞ്ഞിരുന്നാണ്. فقال النبي صلى الله عليه حبيب النبي صلى الله عليه وسلم كلمات علمنيهن جبريل. ബുദ്ധിമുട്ടിന്റെ സന്ദർഭങ്ങളിൽ പറയാൻ വേണ്ടി ചില വചനങ്ങൾ ജിബ്രീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾക്ക് പുറപ്പ് വാങ്ങി തരൂല, ഖാദിമിനും തരൂല, അതിനൊന്നും എനിക്ക് കഴിയില്ല. ഉള്ള സമ്പത്ത് ഞാൻ വിറ്റിട്ട് പള്ളിയുടെ ചെരുവിലുള്ള മിസ്കിന്മാർക്ക് ചെലവഴിക്കും. നമുക്കുള്ള മുതലുമല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നോ, ഞാൻ കഷ്ടതയുടെ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ചില വചനങ്ങൾ അല്ലമനി എന്ന് ജിബ്രീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആര്? സയ്യിദുനാ ജിബ്രീൽ. ആ വാക്കുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. അതെന്താ? تسبحان في دبر كل صلاة 10 وتحمدان 10 وتكبران 10. നിസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകമായി ഒരു 10 വട്ടം സുബ്ഹാനല്ലാഹ്, ഒരു 10 വട്ടം അൽഹംദുലില്ലാഹ്, 10 വട്ടം അല്ലാഹു അക്ബർ. ഇത് വേറെ എന്തിന്? ദാരിദ്ര്യത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ. മനസ്സിലായില്ല? ഈ നേരത്തെ ശരീരത്തിന് ഒരു കരുത്തുണ്ടാകാൻ, ദാരിദ്ര്യത്തിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി. സാധാരണ അല്ല, ഇത് പ്രത്യേകിച്ച് നിസ്കാരം കഴിഞ്ഞാൽ എങ്ങനെ ഒരു വേറിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ദിക്റേതാ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ അല്ലേ? ഇത് എത്ര? 10. തൊഴിലിന് ഒരു കരുത്ത് കിട്ടുക, പ്രയാസങ്ങൾ ഇല്ലാതെയാകുക, ക്ഷമിക്കാൻ കഴിയുക. ഇതാ. പിന്നെയോ നിങ്ങൾ വിരിപ്പിലേക്ക് ഉറങ്ങാൻ കയറിയിരുന്നാലോ, പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് കയറിയിരുന്നാൽ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബറും. ഇത് തന്നെ, ഇതാണ് നിങ്ങൾക്കുള്ള പരിഹാരം. അതുണ്ടാകുന്ന കാലത്തോളം നിങ്ങൾക്ക് വലിയൊരു പ്രയാസം ഉണ്ടാവില്ല. പ്രയാസത്തിന് അള്ളാഹു നിങ്ങളെ ഇതുവഴി സംരക്ഷിക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഖാല അലിയുൻ, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അസ്സുഗൂറുൽ ബാസിമ ഫീ മനാഖിബിസ് സയ്യിദ ഫാത്തിമ എന്ന കിതാബാണ്. ഇത് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അസ്സുഗൂറുൽ ബാസിമ ഫീ മനാഖിബിസ് സയ്യിദ ഫാത്തിമ എന്ന കിതാബാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ ഹദീസ് കൊണ്ടുവരുന്നത്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കുക. അലി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി മാ തറക്തുന്ന മുൻദു അല്ലമനിഹിന്ന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചത് മുതൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. ആര് പറയാ? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. വലാ ലൈലത സിഫീൻ, നഅം വലാ ലൈലത സിഫീൻ. സിഫീൻ യുദ്ധത്തിൽ വലിയ ഭയങ്കരമായ പ്രയാസമുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അന്നും എനിക്കത് നഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര അതിഭയാനകമായ പ്രയാസമുള്ള യുദ്ധമാണ് സിഫീൻ യുദ്ധം. സിഫീൻ യുദ്ധത്തിന്റെ ദിവസം ഭയങ്കര പ്രയാസം. അന്നും ഞാൻ എന്ത് മുടക്കിയിട്ടില്ല.
പറ, എന്ത് മുടക്കിയിട്ടില്ല? ഈ ദിക്ർ ചൊല്ലുന്നത് ഞാൻ മുടക്കിയിട്ടില്ല എന്ന് സയ്യിദുന അലി. അതായത് ദാരിദ്ര്യമില്ലാതെ ആകാനും പ്രയാസങ്ങളെ പരിഹരിക്കാനും പഠിപ്പിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ചിന്തിക്ക്, എങ്ങനെ പഠിപ്പിച്ചത്? നിസ്കാര ശേഷം 10 10 10 സുബ്ഹാനല്ലാഹ് 10 അൽഹംദുലില്ലാഹ് 10 അല്ലാഹു അക്ബർ 10. മനസ്സിലായില്ല? ആ പ്രയാസങ്ങൾ ഇല്ലാതെ ആകാൻ അല്ലാഹുവോട് ദുആ ചെയ്യുക. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ പറ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബറും. നിസ്കാരത്തിലാവുമ്പോ 33 33 33, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കൊണ്ട് 100 പൂർത്തിയാക്കാം. ഇത് 33 33 34, അങ്ങനെ 100. 33 33 എത്ര? 66. 34 എത്ര? 100. അങ്ങനെയാണ് കണക്കാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? കയ്യിലേക്ക് കൂടുക, ശരീരമൊക്കെ തടവുക, ദുആ ചെയ്യാ. അല്ലാത്ത ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തരാനില്ല. കഷ്ടപ്പാടിന് അതാണ് പരിഹാരം. ഈ കഷ്ടപ്പാടന്നെ മരണം വരെ, ഈ കഷ്ടപ്പാടന്നെ മരണം വരെ. സുഹദിന്റെ അടിത്തറ, സുഹദിന്റെ അടിത്തറ. ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് സുഹദിന്റെ അടിത്തറ പഠിപ്പിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സുഹദിന്റെ അടിത്തറ പഠിപ്പിച്ചു. അവിടെ നിന്ന് പോകാൻ ഹബീബായ നബി സമ്മതിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.